moduli of limit for moduli of നമ്മുടെ ഇക്വേഷൻ ഇട്ടു ശ്രദ്ധിക്കട്ടോ ഇവിടെ ശ്രദ്ധിക്കുക f of x into a naught x raised to n plus a1 x raised to n minus 1 plus etc plus a n equal to 0 where a belongs to c. അപ്പോൾ നോക്കാം നമ്മളോട് പറയാണ് upper limit of moduli of x root the problem of finding എന്താണ് സംഭവം അഥവാ ഉണ്ടെങ്കിൽ ഇന്നതിന്റെ ഉള്ളിലായിരിക്കും റൂട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂട്ട് ഈ ലിമിറ്റുകളുടെ ഉള്ളിലായിരിക്കും. ഇനി നമ്മള് ഇവിടെ നമ്മുടെ ആ കേസ് 2 എന്ന് വായിക്കണോ എന്താ പറഞ്ഞേ കോഎഫിഷ്യന്റ് ഓഫ് ദ നമുക്ക് അവിടെ കോംപ്ലക്സ് നമ്പർ ആകുമ്പോൾ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കാം എ പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ദാൻ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഓൾ റൂട്ട്സ് മേ ബി കോൾഡ് ആൻ അപ്പർ ലിമിറ്റ്. അവിടെ നമ്മൾ എടുക്കുക അബ്സല്യൂട്ട് വാല്യൂകൾ. അപ്പൊ നമ്മൾ ai belongs to c കേസ് 2 എന്താ പറഞ്ഞേ കോഎഫിഷ്യന്റ് കോംപ്ലക്സ് ആവുക റൂട്ട് എന്താവാ റിയലും ആവാം കോംപ്ലക്സും ആവാം 20. പക്ഷേ മറ്റേത് കേസ് 1 കോംപ്ലക്സ് വരില്ല കോംപ്ലക്സ് റൂട്ട് വരും ഇല്ല അതാ പറഞ്ഞത് കേസ് 1 കേസ് 1 റിയൽ കോഎഫിഷ്യന്റ് ആവുക പിന്നെ റിയൽ റൂട്ട് ആവുക. അപ്പോൾ ഒന്നുകിൽ കോഎഫിഷ്യന്റ് റിയൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കേസ് 1 അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ റൂട്ട് റിയൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കേസ് 1 കൊടുക്കാം. ഇനി കേസ് 2 അപ്ലൈ കൊടുക്കാം കോഎഫിഷ്യന്റ് കോംപ്ലക്സ് ആയാലും കേസ് കൊടുക്കാം. അതുപോലെ റൂട്ടുകളിൽ കോംപ്ലക്സ് വരിക. അടുത്ത ഇതിന് താഴെ പറയുന്ന പ്രോബ്ലത്തിൽ കോഎഫിഷ്യന്റ് ഒന്നും കോംപ്ലക്സ് അല്ല റിയൽ ആണ് പക്ഷെ അവരുടെ റൂട്ട് കോംപ്ലക്സ് ആയിരിക്കും. നോക്കാം അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞു ഫൈൻഡ് ആൻ അപ്പർ ലിമിറ്റ് ഓഫ് ദ മോഡുലി ഓഫ് റൂട്ട് ഓഫ് ഫോർ ദ ഇക്വേഷൻ. നമ്മൾ ഷോർട്ട് അല്ല ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇവരുടെ എന്താണ് മോഡുലി കാണാനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടല്ലോ f of x equal to a naught x raised to n plus a1 x raised to n minus 1 plus etc plus a n equal to 0 എന്നുള്ള നമ്മുടെ ആ ഇക്വേഷന്റെ അപ്പർ ലിമിറ്റ് ഓഫ് ദ മോഡുലി റൂട്ട് കാണുന്നതിന് പകരം നമ്മളൊരു ഓക്സിലറി ഇക്വേഷൻ ഉണ്ട് ആ ഓക്സിലറി ഇക്വേഷന്റെ അപ്പർ ലിമിറ്റ് കണ്ടാൽ മതി. നോക്കാം നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ വരിക a naught x raised to n minus a1 x raised to n minus 1 minus a2 x raised to n minus 2 minus etc minus an equal to 0
ആ കോംപ്ലക്സ് നമ്പറിന്റെ മോഡിലാണ് ഉണ്ടാവും. അതായത് റൂട്ട് ഓഫ് തന്നിട്ടുള്ള ഇക്വേഷന്റെ കേസ് 2 ആണ് പറയുന്നത്. കേസ് 2 ഒന്നുകിൽ എന്ത് ചെയ്യാം, റിയൽ കോംപ്ലക്സ് കോഎഫിഷ്യന്റ് ആവാം, അല്ലെങ്കിൽ റൂട്ട് രണ്ടും വരാം, റിയലും വരാം കോംപ്ലക്സും വരാം. അപ്പൊ നമ്മൾ അവിടെ ലിമിറ്റ് കാണാൻ ആ ഇക്വേഷന്റെ മോഡുലസിന്റെ എന്താണ് അപ്പർ ലിമിറ്റ് കാണുന്നതിന് പകരം ഈ ഓക്സിലറി ഈക്വേഷന്റെ കണ്ടാൽ മതി. അപ്പൊ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഓരോ എ ഐസും എന്താണ് മോഡുലസ് എ ഐ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ to find an upper limit of the moduli of roots for the equation. നമ്മളോട് റിയൽ റൂട്ടിന്റെ അപ്പർ ലിമിറ്റ് കാണാനാണെങ്കിൽ ഇവിടെ റിയൽ എന്ന് തരും. ഇവിടെ നമ്മളോട് എന്താണ് മോഡുലി എന്ന് പറഞ്ഞോട് നമ്മൾക്ക് എന്താണ് ഇവിടെ കേസ് 2 ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയാണ് മനസ്സിലാക്കുക. 2x5 ഏതാ 6 ആണ് 6 ആണ് 2x6 അല്ലേ 5 മൈനസ് 10x ഇവിടെ 6 ആക്കട്ടോ. അത് 2x6 എന്നാണ് പവർ 2x6 minus 7x5 minus 10x4 plus 30x cube minus 60x square plus 10x minus 50 equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ മോഡുലൈ ഓഫ് റൂട്ടിന്റെ അപ്പർ ലിമിറ്റ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ ആ ഓക്സിലറി ഇക്വേഷന്റെ അപ്പർ ലിമിറ്റ് കണ്ടാൽ മതി. എന്താണ് ചിക്കൻ്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടി അവളെ കാണില്ലേ equation onnodu 2x6 minus 7x5 minus 10x4 plus 30x cube minus 60x square plus 10x minus 50 equal to 0. Question number 1. Auxiliary equation കാണും പറഞ്ഞു വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഓരോ ആൾക്കാരെ എടുത്തത് a0 2 ആണ്, a1 ആരാ -7 ആണ്, a2 ആരാണ് a2 ആരാ -10 അല്ലേ, a3 ആരാ 30 a4 -60 a5 10 ആരും യൂസ് ചെയ്യണ്ടേ പറയാം a6 -50 അല്ലേ. ഓക്കെ, ഇനി a0 ഈക്വൽ ടു എന്താണ് ai ഈക്വൽ ടു മോഡ് ai അല്ലേ. അപ്പോൾ ഇവിടെ മോഡ് a0 is equal to mod 2. ഇവിടെ കോംപ്ലക്സ് നമ്പർ അല്ല റിയൽ നമ്പർ ആണ്. അപ്പോൾ അതിന്റെ മോഡുലസ് എടുത്താൽ എന്താണ് 2 എന്ന് എഴുതും അല്ലേ. 2 a1 എന്ത് വരും 7 വരും അല്ലേ. a2 10 a3 30 a4 16 a5 10 a6 50. എന്താന്ന് വെച്ചാൽ നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതാം. Auxiliary equation is so എന്ത് വരും a0 എന്താ ഓക്സിലറി ഇക്വേഷൻ a0 x raised to n മൈനസ് ഫുൾ മൈനസ് ആണ് കേട്ടോ. ഫുൾ മൈനസ് ആണ് വാല്യൂ a0 x raised to n minus a1 x raised to n minus 1 minus a2 x raised to n minus 2 etc
മൈനസ് എ n ഈക്വൽ ടു 0 എന്നാണ് ഓക്സിലറി ഇക്വേഷൻ. അത് ഓക്സിലറി ഇക്വേഷന്റെ ഫോം അങ്ങനെയാണ്. അപ്പോൾ തന്നിട്ടുള്ള ഈ ഓക്സിലറി ഇക്വേഷൻ മുമ്പ് കേട്ടിട്ടുണ്ടോ നമ്മൾ? ഓക്സിലറി ഇക്വേഷൻ തീരെ കേട്ടിട്ടില്ല അല്ലേ? ഇല്ല, അതുകൊണ്ടാണ്. ഇനി എന്താണ് അടുത്ത 6 സെമ്മിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിങ്ങൾ നല്ലോണം കേൾക്കും ഈ സാധനം. അത് ഞാൻ നോക്ക് എന്തായാലും നോക്ക്. അതായത് ഒരു ഫോം തന്നിട്ടുണ്ടാവും. ആ ഫോമിലുള്ള ആ ഫോം a naught x raised to n minus a1 x raised to n minus 1 plus minus etc. ഈ ഒരു ഫോം മാത്രം ഓർത്ത് വെക്കുക. അതാണ് ആ ഓക്സിലറി ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. അത് മാത്രം മതി. അപ്പോൾ എന്തായി മാറി? a naught ഇനി x raised to n ഇവിടെ x raised to 6 അല്ലേ? മൈനസ് a1 x raised to 5 minus a2 x raised to 4 minus a3 x raised to cube അല്ലേ? minus a4 x square minus a5 x minus a6 equal to 0. ഇനി a naught ഇന്റെയും a1 ഇന്റെയും a2 എന്താ പറയാനുള്ളത്? ഇവിടെ എന്ത് ചെയ്യാം? വാല്യൂസ് ഒക്കെ കൊടുക്കുക. അപ്പൊ എന്തായി മാറി? 2x raised to 6 minus 7x raised to 5 minus 10x raised to 4 minus ആരെയും സംസാരിക്കണേ 60x square minus 10x minus 50 equal to 0 equation number 2. ഇനി എന്ത് ചെയ്യാം? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ f1 എടുക്കുക. f1 എന്ത് വരും? ഇവിടെ നമ്മൾ ക്യാപിറ്റൽ a naught x plus a1 ആണ്. ആണോ? സ്മോൾ അല്ല, ക്യാപിറ്റൽ വരും. നമ്മൾ ഇതിൻ്റെതാണ് എഴുതുന്നത്. അപ്പോൾ എന്ത് വരും? 2x minus 7 വരും അല്ലേ? a naught 7 എന്താണ്? 2 ആണ്, a1 7 ആണ്, അത് കൊടുത്തു. ഇനി c ആരായിരിക്കും വരിക? f1 of c greater than or equal to 0 ആവുന്ന c ആരാ വരികടോ? മിസ് 1 7 4 2x minus 7 a1 7 a1 7 minus 7 ഓക്സിലറി ഇക്വേഷൻ ആർക്കാണ് എടുക്കുന്നത്? ഇതിനാണ് എടുക്കേണ്ടത്. ഇവിടെ ആരാ? ഈ ഇക്വേഷനിൽ ഇത് പറയാൻ നോക്ക്. ഈ ഇക്വേഷനിൽ a naught minus a1 ഇത് നോക്കരുത്. ഇനി ഇത് നോക്കരുത്. പക്ഷെ ഇതിനെ നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റി, ഇക്വേഷൻ ആക്കി മാറ്റി. അപ്പൊ ഇനി ഇതിന്റെ നോക്കണം, ഇതിന്റെ കോഎഫിഷ്യന്റ് നോക്കണം. അങ്ങനെ ഉണ്ടോ? പക്ഷെ ഇപ്പൊ നമുക്ക് ഇക്വേഷൻ 2 കിട്ടിയോ? ഇനി അത് മാത്രമുള്ളൂ നമ്മളെ. അതിന്റെ കോഎഫിഷ്യന്റ് നോക്കണം. അതിന്റെ കോഎഫിഷ്യന്റ് പറയുമ്പോ അവിടെ a naught ആരാ? 2 ആണ്, a1 ആരാ? -7 ആണ്. इक्वेशन 2 हमने बताओ ऑक्सिलरी अप्लाई इक्वेशन है എല്ലാം കൊടുത്തു, എല്ലാ വാല്യൂസും കൊടുത്തിട്ട് ആ ഓക്സിലറി ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്, കൊടുത്തിട്ട് കിട്ടിയ ഇക്വേഷൻ ആണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്തു? ഇപ്പൊ നമുക്ക് ഒരു ലീഡിംഗ് കോഎഫിഷ്യന്റ് മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? എന്താ ചെയ്യല്? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ പ്ലസ് ആവും. അപ്പൊ നമ്മളെ a1 എന്തായി മാറി? ഇയാള് മൈനസ് പ്ലസ് ആയി. ഇപ്പുറത്ത് മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഇയാൾ പ്ലസ് ആവില്ലേ? പക്ഷെ ആ കേസിലൊക്കെ അപ്പൊ ആ കേസിലൊക്കെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ 2 വെച്ചിട്ടാണ് നമ്മൾ a naught a1 കണ്ടത് അല്ലേ? അതൊക്കെ. പക്ഷെ ആ കേസിൽ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്താലും ഒരേ മാതിരി രണ്ടും വരിക. minus 6x raised to 4 minus 2x raised to 5. ഞാൻ ഇതിന്റെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 6x raised to 4 plus 2x raised to 5 ആയി മാറി. ഇവിടെ a naught ആരാണ്?
മാറ്റി കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ അയാളെ വെച്ചിട്ട് കൺസിഡർ ചെയ്യണം. ഇത് നോക്കരുത് പിന്നെ. പക്ഷേ എന്നാ വേറെ എന്തെങ്കിലും പേര് എടുത്തോടി. എന്നാ അങ്ങനെ മാറ്റിയാൽ മതി. നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ മാറ്റിയാൽ മതി. പക്ഷെ നമ്മള് എന്താണ് ഇത് നമുക്ക് കിട്ടിയ ഓക്സിലറി ഇക്വേഷൻ ആണെന്ന് കാണിക്കാൻ കുറേ സിമ്പിൾസ് കൊടുത്ത് വെറുതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കുഴപ്പമുണ്ടോ? ഇതിന്റെ ആണെന്ന് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ആക്കി മാറ്റി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ സി എന്ന് കിട്ടി 4 കിട്ടി. ഇനി 4 വെച്ചിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യണം. 4 വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് വരും 2 -7 -10 -30 -60 -10 -50 ആണോ? 4 2 8 1 4 -6 80 വന്നിട്ട് നിർത്താം അല്ലേ? 4 അല്ലാന്ന് കിട്ടും. അടുത്ത നമ്മൾ 5 വെച്ച് ടെസ്റ്റ് ചെയ്യും. 5 അല്ലാന്ന് കിട്ടും. അടുത്ത 6 വെച്ച് ചെയ്യും. 6 കിട്ടും. അപ്പൊ 6 ആണ് അവിടുത്തെ അപ്പർ ലിമിറ്റ് ഓഫ് ദ പോസിറ്റീവ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് പറയും? 6 ഈസ് ആൻ അപ്പർ ലിമിറ്റ് ഓഫ് ദ മോഡുലേ ഓഫ് റൂട്ട് ഓഫ് ഇക്വേഷൻ 1 പറയും. 6 ആണ് അപ്പർ ലിമിറ്റ് എന്ന് കിട്ടും. ആരുടെ? നമ്മളിപ്പോ ഏതിനെ വെച്ചിട്ട് ഇക്വേഷൻ 2ന്റെ അല്ലേ? അപ്പൊ ഇതിന്റെ അപ്പർ ലിമിറ്റ് കിട്ടി. അപ്പൊ ആ -6 സോറി ഇപ്പൊ 6 ഉണ്ട്. -6 അല്ല, -6 എവിടെ? ഇവിടെ നമ്മൾ എന്താ പറഞ്ഞേ? ഈ മെത്തേഡിൽ എന്താ പറഞ്ഞേ? പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ആൻ അപ്പർ ലിമിറ്റ് ഓഫ് മോഡുലേ ഓഫ് ഇറ്റ്സ് റൂട്ട്. അതിന്റെ അപ്പർ ലിമിറ്റ് കാണാൻ നമ്മൾ എന്ത് കണ്ടാൽ മതി? ആ ഓക്സിലറി ഈക്വേഷന്റെ അപ്പർ ലിമിറ്റ് കണ്ടാൽ മതി. ആ അപ്പർ ലിമിറ്റ് എങ്ങനെയായിരിക്കും മറ്റേതിന്റെ അപ്പർ ലിമിറ്റ് വരിക? മറ്റോടത്ത് എന്താണ്? ലോവർ ലിമിറ്റ് കണ്ടോടത്താണ് ഇത് നെഗറ്റീവ് ആയിട്ട് വന്നിരുന്നേ. ഇവിടെ ആകുമ്പോൾ അതേ ആൾ തന്നെയാണ് വരിക. അപ്പൊ എന്ത് വരും? 6 is an upper limit of അതല്ല പിന്നെ ചെയ്യുന്നത്. ഇത് ഇവിടെ 4 ആവില്ല കിട്ടും. 4 ആവില്ല കിട്ടും. പിന്നെ 5 ചെയ്യും. 6 കിട്ടും. ഞാൻ അതിന് ശേഷം കുറെ കഥകൾ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല. അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താണ്? 6 is upper limit of the positive root of അല്ല മിസ്സേ, മോഡലായി പറയുമ്പോൾ അപ്പർ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മോഡുലേക്ക് മോഡുലസ് പറഞ്ഞ സാധനം മോഡുലസ് എടുക്കുമ്പോൾ എന്താവും? നമുക്ക് എല്ലാവരും പോസിറ്റീവ് ആവും. പിന്നെ അവിടെ നെഗറ്റീവ് ആവശ്യമില്ലല്ലോ. അത് നമ്മൾ അതിന്റെ നെഗറ്റീവ് ആണെന്ന് ചെയ്യും. നെഗറ്റീവ് ആണ്ട ആവശ്യമില്ലല്ലോ. കാരണം മോഡലേ എടുക്കുമ്പോൾ തന്നെ പോസിറ്റീവായി മാറിയില്ല എല്ലാവരും. അങ്ങനെ നോക്കട്ടെ നോക്കട്ടെ ഇല്ല മാറില്ല. ആ ഗ്രൂപ്പിൽ നോക്കി എത്ര PDF എന്താണ് ചോദിച്ചെന്താ? അതായത് ഓക്കെ ഇതിന്റെ ലോവർ ലിമിറ്റ് അല്ലേ? കോംപ്ലക്സിന്റെ ലോവർ ലിമിറ്റ്. നോക്കട്ടെ ക്വസ്റ്റ്യൻ നോക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ലിമിറ്റ് കാണാനല്ലേ? ലിമിറ്റ്സ് ഓഫ് ദ മോഡലായി അവിടെ അപ്പർ ലിമിറ്റ് ആണല്ലോ. അപ്പോൾ അവിടെ അപ്പർ ലിമിറ്റ് മാത്രമേ ഉള്ളൂ. നോക്കട്ടെ ലിമിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഓക്കെ അങ്ങനെ പറഞ്ഞു. അതായത് പോസിറ്റീവേ ഉണ്ടാവുള്ളൂ. അത് എന്താണ്? പോസിറ്റീവ് നമ്പർ ഗ്രേറ്റർ ദാൻ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഓൾ റൂട്ട്സ് മേ ബി കോൾഡ് ആൻ അപ്പർ ലിമിറ്റ് ഓഫ് റൂട്ട്സ്. വി ഹാവ് ടു ഫൈൻഡ് എ നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഓൾ റൂട്ട്സ് ഈസ് കോൾഡ് ലോവർ ലിമിറ്റ്. അതായത് നമുക്കിവിടെ റിയലിൻ്റെ കേസിൽ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് നെഗറ്റീവ്. ഇപ്പോൾ റിയൽ നമ്മൾ ഏതൊക്കെ റൂട്ട്? -2 പിന്നെ 2 4 പിന്നെ 1 + i 1 - i ഈ രൂപത്തിലാണ് നിൽക്കുക.
പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കാണാൻ നമ്മൾ പഠിച്ചു, നെഗറ്റീവ് റൂട്ടുകളുടെ ലോവർ ലിമിറ്റ് കാണാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ കോംപ്ലക്സിൻ്റെ കേസ് നമുക്ക് അങ്ങനെ വലുതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മോഡുലസ് വെച്ചിട്ടാണ് പറയാം. ഓക്സിലറി ഇക്വേഷൻ കണ്ടിട്ട് അതിൻ്റെ അപ്പർ ലിമിറ്റ് കാണാൻ. അപ്പോൾ അതിൻ്റെ അപ്പർ ലിമിറ്റ് അപ്പൊ ഇതിന് രണ്ട് upper limit ഉണ്ടാവില്ലേ? ഒരു ഒന്നിനേക്കാൾ ചെറുതും ഒന്നിനേക്കാൾ വലുതും എന്ന് പറഞ്ഞിട്ടുണ്ടാവണം അല്ലേ? അതായത് രണ്ട് പോസിറ്റീവ് ആയിരിക്കും ഇവിടെ ഉണ്ടാവണം ലിമിറ്റ്. അതുമല്ല അപ്പർ ലിമിറ്റ് നമ്മൾ മോഡലേ വെച്ച് ചെയ്യുന്നത്. അപ്പൊ റിയൽ വരുന്നല്ലോ, റിയല് ഇവിടെ നമുക്കുണ്ടല്ലോ ഇതിന്റെ അപ്പർ ലിമിറ്റ് ആയിട്ട് കിട്ടുക നമുക്ക് കോംപ്ലക്സ് നമ്പർ അല്ല കിട്ടുക, അല്ല റിയൽ നമ്പർ, റിയൽ നമ്പർ കിട്ടുക. അപ്പോൾ നമുക്ക് അവിടെ എന്തായാലും പോസിറ്റീവ് നമ്പർ ആയിട്ടാണ് കിട്ടുക അല്ലേ? അപ്പോൾ ഒരു അപ്പർ ബൗണ്ട് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ ലോവർ ബൗണ്ട് കാണാൻ മെത്തഡൊന്നും അറിയില്ല. നീ ഉണ്ടോ നീ ചോദിച്ചു ഇപ്പൊ ഇങ്ങനത്തെ കേസ് വല്ലോ, ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. കോംപ്ലക്സ് ഒന്ന് വരാം രണ്ടെണ്ണം രണ്ട് കോംപ്ലക്സ് ഉണ്ട്. ഈ റൂട്ടിൽ നമ്മൾ ഈ ഓക്സിലറി വെച്ച് കാണുമ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് കിട്ടും. അത് ആ കോംപ്ലക്സിന്റെ അപ്പർ ലിമിറ്റ് അതിന് റിയൽ പെടുമല്ലോ. അപ്പൊ റിയലിന് നമ്മൾ മറ്റേക്ക് ചെയ്യും. മറ്റേക്ക് ചെയ്യുമ്പോൾ അതിന്റെ കോംപ്ലക്സ് കൂട്ടാതെ റിയൽ മാത്രം ചെയ്യും. റിയലിന്റെ മാത്രം. അപ്പൊ റിയലിന്റെ അപ്പർ ലിമിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് അപ്പർ ലിമിറ്റ് ഉണ്ടാവും, കോംപ്ലക്സിന്റെ അപ്പർ ലിമിറ്റ്, റിയലിന്റെ അപ്പർ ലിമിറ്റ്. റിയൽ റൂട്ടിന്റെ അപ്പർ ലിമിറ്റ് നമ്മൾ അതിന് സെപ്പറേറ്റ് ചെയ്ത് തന്നെ പറയും. റിയൽ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കോംപ്ലക്സ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് ആക്കി അങ്ങനെ തന്നെ പറയും. കാരണം നമ്മൾ രണ്ടിനും കാണുന്ന രണ്ട് മെത്തേഡിലാണ്. പിന്നെ വേറെ ക്വസ്റ്റ്യൻ സ്റ്റോക്കാ പറയും. ഒരു റൂട്ടിന് എന്താ കോംപ്ലക്സ് ഉണ്ട്, അതിന് നെഗറ്റീവ് ഉണ്ട്. ഒരു റൂട്ടിന് കോംപ്ലക്സ് 1+i ഉണ്ട് 1-i ഉണ്ട്. നെഗറ്റീവ് റൂട്ട്സ് ഉണ്ട്. നെഗറ്റീവ് റൂട്ട്സ് ഉണ്ട്. നമ്മൾ അപ്പർ ലിമിറ്റ് കണ്ടു, അത് ആ കോംപ്ലക്സിന്റെ അപ്പർ ലിമിറ്റ് ആയി. കോംപ്ലക്സിന്റെ കിട്ടി. പക്ഷേ ആ ലോവർ ലിമിറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇല്ല, ലോവർ ലിമിറ്റ് നെഗറ്റീവിന്റെ നമുക്ക് വേറെ കാണേണ്ടി വരും. അപ്പോൾ നെഗറ്റീവിന്റെ വേറെ കാണേണ്ടി വരും, ഇയാളുടെ വേറെ തന്നെ കാണേണ്ടി വരും. അപ്പൊ മറ്റേതെങ്കിലും ആണ് ഫസ്റ്റത്തെ കേസ്, സെക്കൻഡ് കേസ്. കാരണം നമുക്ക് എന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഇവർ ഓരോ പ്രോബ്ലത്തിലും പ്രത്യേകം തന്നെ പറയുന്നത് റിയൽ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ്. ഇവിടെ മോഡുലേൻ്റെ കാണാൻ പറഞ്ഞ് അങ്ങനെ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്തത് ഇൻറ്റഗ്രൽ റൂട്ടാണ്. നോട്ട് PDF 10 കഴിഞ്ഞു. വന്നോ? പതിനൊന്ന് നോട്ട് തുടങ്ങിയാൽ പിന്നെ തീർക്കണ്ടേ? 11-12 ഉച്ചയ്ക്ക് ശേഷം എടുത്ത് നമ്മൾ ഇത് ഞാൻ കൊടുക്കും എന്നിട്ടോ